ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് മഹത്വം, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തുതി, എൻ്റെ ദൈവത്തിന് ആരാധന, എൻ്റെ ദൈവത്തിന് പുകഴ്ച. സകലമാനത്തിനും മഹത്വത്തിനും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ സർവശക്തനായ തമ്പുരാൻ ഈ ഭൂമിയിൽ പിറന്നപ്പോൾ സ്വന്തമായി ആമേൻ ജനിക്കുവാൻ ഒരിടമില്ലാതെ, ഒരു ഭവനമില്ലാതെ, ജനിക്കുവാൻ ഒരു ആമേൻ സ്വന്തമായിട്ട് വീടോ ഇല്ലെങ്കിൽ അതിൻ്റെതൊക്കെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ, വഴിയമ്പലം, അതുപോലെ ശയ്യാഗ്രഹം, പുൽക്കൂട്, ഇതൊക്കെ ജനിച്ച തമ്പുരാൻ 33.5 തിരുവയസ്സ് വരെ ആമേൻ തൻ്റേതെന്ന് പറയുവാൻ ഒരു നന്മയും ഈ ഭൂമിയിൽ കരുതാതെ ആമേൻ സർവശക്തനായ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ബൈബിൾ വിളിച്ചു പറയുന്നു. തമ്പുരാൻ ചെയ്ത അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ഈ പുസ്തകം എഴുതിയാൽ അതിൽ നിറയുകയില്ല എന്ന്. ആ സർവശക്തനെ പിന്തുടരുന്ന ദൈവജനം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അരക്കാശിനു മുതലില്ലാതെ തലചായ്പാനോ സ്ഥലമില്ലാതെ, അരക്കാശിനു മുതലില്ലാതെ തലചായ്പാനോ സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ആ കർത്താവ് 33.5 തിരുവയസ്സിൽ വരെയും ഈ ഭൂമിയിൽ ജീവിച്ചു. ആ തമ്പുരാൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് പാട്ടുകാരൻ പറയുകയാണ്. ജന്മസ്ഥലം വഴിയമ്പാലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പാലം ജന്മാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഈ ലോകത്തിൽ സഞ്ചരിച്ചു. വഴിയാധാര ജീവിയായി നീ ഈ ലോകത്തിൽ സഞ്ചരിച്ചു. യവനന്മാർക്കും യഹൂദന്മാർക്കും പട്ടാളക്കാർ എല്ലാവർക്കും, യഹൂദന്മാർക്കും യവനന്മാർക്കും പട്ടാളക്കാർ എല്ലാവർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. ആ കർത്താവ് എന്തൊക്കെ ദ്രോഹങ്ങൾ യഹൂദന്മാർ, യമനന്മാർ, പട്ടാളക്കാർ എല്ലാം ചെയ്തിട്ടും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടിയാണ് ആമേൻ പ്രിയ പൈതലേ ഹല്ലേലൂയ ക്രൂശിതനായത്. ഹല്ലേലൂയ. ആമേൻ 33.5 തിരുവയസ്സിൽ ആ പാടുകളേറ്റത്, ആ ആമേൻ ശരീരത്ത് മുറിവേറ്റത് എനിക്കും നിനക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ ഇഷ്ടം പോലെ യഹൂദന്മാരും യമനന്മാരും പട്ടാളക്കാരും എല്ലാവരും തുപ്പി കോലുകണ്ട് ആമേൻ അടിച്ചു. ആമേൻ മുൾമുടി കൊണ്ട് ആമേൻ അടിച്ചു. ഹല്ലേലൂയ. തൻ്റെ വിലാപത്ത് കുത്തി. ഇതൊക്കെ എന്നെയും നിന്നെയും നേടുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. എന്നാൽ എൻ്റെ യേശു കർത്താവ് വരുന്നു. ആ തമ്പുരാൻ വരുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ, ഹിമത്തേക്കാൾ വെളുത്തവൻ. ആമേൻ ആമേൻ. എൻ്റെ കർത്താവിനെ വർണ്ണിക്കുന്ന വാക്കുകൾ ആമേൻ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ.
ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആ കർത്താവിനെ പിന്തുടരുന്ന ആമേൻ, ആ യേശുവിനെ പിന്തുടരുന്ന ദൈവജനമേ, നിനക്കിനി വേണ്ടുന്നത് ഈ ഭൂമിയിലെ സമ്പത്തല്ല, ഈ ഭൂമിയിലെ സ്വർഗതുല്യമായ ജീവിതമല്ല. ഈ ഭൂമിയിൽ നിന്ന് ഇതെല്ലാം ഒരു നാൾ നശിക്കും. മണ്ണും വിണ്ണും സകലതും ആമേൻ താളടിയായി നശിച്ച് ആമേൻ വെണ്ണീറായി പോകും. ഭൂമി കിടുകിട പൊട്ടും, മത്തനെ പോലെ ചാഞ്ചാടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എല്ലാം നശിച്ചു പോകുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ ആമേൻ ഒരുക്കപ്പെടുകയാണോ നിങ്ങൾ? എന്നാൽ നീ രക്ഷപ്പെടും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ആ അരുമനാഥനെ സേവിച്ച് ആരാധിപ്പാൻ നിന്നെ ക്ഷണിക്കുകയാണ് സഹോദര. ഹല്ലേലൂയ. നിന്നെ വിളിക്കുകയാണ് സഹോദര. ഹല്ലേലൂയ. കർത്താവ് ആമേൻ വരാറായി. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മാ ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. യേശുവിൻ്റെ ആത്മാവുള്ളവരാണ്. യേശുവിൻ്റെ രൂപം ധരിച്ച് യേശു ചെയ്ത പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനായി ഒരുങ്ങാം. അതുകൊണ്ട് ആമേൻ മറക്കാതിരിക്കുക, യേശു വരാറായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദൈവത്തിൽ പാടണം, എൻ്റെ ഇഷ്ടങ്ങൾ കർത്താവെ എനിക്ക് വേണ്ട, എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടൻ യേശുവേ, തിരുഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഇതായിരിക്കണം ഒരു ദൈവ പ്രത്യാശ. യേശുവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ എന്നെ ഒരുക്കട്ടെ. നമുക്കൊരുങ്ങാം, കാത്തിരിക്കാം, പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ.